വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മുടെ മുൻപിലേക്ക് ആദ്യം കൊച്ചിയിൽ നിന്നെത്തുകയാണ്. കൊച്ചിയിൽ വൻ ലഹരി വേട്ട നടന്നിരിക്കുന്നു. കറുകപ്പള്ളിയിൽ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 1/2 കിലോഗ്രാം MDMA പിടികൂടിയെന്ന വാർത്തയാണ് ഇന്നിപ്പോൾ നേരം പുലരുമ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട വാർത്ത. അമൽനാഥ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അമൽ, 1/2 കിലോ MDMA പിടികൂടിയെന്ന വാർത്തയാണ് ഇന്ന് ഈ രാവിലെ നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. വലിയൊരു ലഹരി മരുന്ന് വേട്ടയാണ് കൊച്ചിയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. മനോ, തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു ലഹരി മരുന്ന് വേട്ട തന്നെയാണ് കൊച്ചിയിൽ ഉണ്ടായിരിക്കുന്നത്. 1/2 കിലോഗ്രാം MDMA ആണ് നിലവിൽ പിടികൂടിയിട്ടുള്ളത്. കൊച്ചിയിലെ കറുകപ്പള്ളിയിലെ വീട്ടിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ഇത്തരത്തിൽ MDMA കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ എറണാകുളം ജില്ലയിൽ വലിയ രീതിയിലുള്ള പരിശോധന തന്നെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ ഈ പരിശോധനയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഈ ലഹരി വസ്തുക്കളുമായി ഒരു സംഘത്തെ പിടികൂടുകയായിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിൽ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഇത്തരത്തിൽ 500 ഗ്രാം MDMA, ക്ഷമിക്കണം, 1/2 കിലോഗ്രാം MDMAയുമായി ഇത്തരത്തിൽ കൊച്ചിയിൽ നിന്നും ഒരാളെ പിടികൂടിയിട്ടുണ്ടായിരുന്നത്. പ്രതി നിഷാദാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലായിരിക്കുന്നത്. MDMAയുമായി കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്ത് അവരിൽ നിന്നും ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ നിഷാദിനെ പിടികൂടുവാൻ വേണ്ടി സാധിച്ചത്. വീട്ടിൽ ചില പാക്കറ്റുകളിലാക്കി സൂക്ഷിച്ച നിലയിലായിരുന്നു ഈ MDMA സൂക്ഷിച്ചത്. ഇതിനു പുറമെ തന്നെ മരടിൽ നിന്നും 5 ഗ്രാം ഹെറോയിനുമായും ഇത്തരത്തിൽ ഒരു സംഘത്തെ പിടികൂടുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. 2 പേരായിരുന്നു ഈ ഒരു സംഘത്തിലുണ്ടായിരുന്നത്. 2 പേരും ആസാം സ്വദേശികളാണ് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. നാർക്കോട്ടിക്സ് വിഭാഗം നടത്തിയ പരിശോധനയുടെ ഭാഗമായാണ് ഇത്തരത്തിൽ ഈ സംഘം പിടിയിലാകുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പരിശോധന തന്നെയായിരുന്നു എറണാകുളത്തെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. എറണാകുളം ജില്ലയിലെ ചില ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ പെരുമ്പാവൂർ പോലുള്ള ചില ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ശക്തമായ രീതിയിലുള്ള പരിശോധന നടക്കുന്ന ഒരു സാഹചര്യമാണ്. ഓരോ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട്, ക്ലീൻ പെരുമ്പാവൂർ പോലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾക്കെതിരെ പരിശോധന നടത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് രാത്രിയിൽ ഒരു സംഘത്തെ പിടികൂടുകയും അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 1/2 കിലോഗ്രാം MDMA ഉണ്ട്, ഒരു വീട്ടിൽ MDMA സൂക്ഷിച്ചിട്ടുണ്ട് എന്ന ഒരു വിവരം ലഭിക്കുകയും ഇത്തരത്തിൽ എക്സൈസിൻ്റെയും നാർക്കോട്ടിക്സ് വിഭാഗത്തിൻ്റെയും നേതൃത്വത്തിൽ അവിടെ പരിശോധന നടത്തുകയും പ്രതിയെ പിടികൂടുകയുമായിരുന്നു. മനോ, തീർച്ചയായും ഇവിടെ ഇപ്പോൾ 1/2 കിലോഗ്രാം MDMA എന്ന് പറയുമ്പോൾ അമല്, അതൊരു വലിയ അളവാണ്. വലിയ തുകയുടെ മയക്കുമരുന്നാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഈ നിഷാദ്, ഇയാൾ ഈ ലഹരി മരുന്ന് മാഫിയയുടെ ഒരു സംഘമാണോ? ഇയാൾ പലയിടങ്ങളിൽ ലഹരി വിതരണം ചെയ്ത ഒരാൾ കൂടിയാണോ? പോലീസ് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് എന്താണ്? മനു, തീർച്ചയായും അത്തരത്തിൽ പരിശോധനകൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. കാരണം ഇത്തരത്തിൽ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചും അത്തരത്തിൽ വിവിധ സംഘങ്ങളിലേക്ക് വലിയ തോതിൽ ലഹരി വസ്തുക്കൾ MDMA എത്തുന്നുണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാത്രികാലങ്ങളിൽ അടക്കം വലിയ രീതിയിലുള്ള പരിശോധനകൾ, പകൽ സമയങ്ങളിലും വലിയ രീതിയിലുള്ള പരിശോധനകൾ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുണ്ടായിരുന്നത്. പോലീസിൻ്റെയും എക്സൈസ് വിഭാഗത്തിൻ്റെയും നാർക്കോട്ടിക് സംഘത്തിൻ്റെയും ഒക്കെ നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിൽ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിലായിരുന്നു ഈ പ്രതി പിടിയിലായത്. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ വീട് കേന്ദ്രീകരിച്ചായിരുന്നു ഇത്തരത്തിൽ ഈ MDMAയുടെ കച്ചവടം അല്ലെങ്കിൽ ബിസിനസ് എന്ന രീതിയിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇവ മറ്റ് പലരിലേക്കും, അതായത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പലരിലേക്കും ഇത്തരത്തിൽ ഈ ലഹരി വസ്തുക്കൾ എത്തിച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള സംഘത്തിലെ ഒരു പ്രധാന കണ്ണികളിൽ ഒരാളാണ് എന്നാണ് നിലവിൽ പോലീസ് നൽകുന്ന വിശദീകരണം. ഇനി ആരൊക്കെയാണ് ഇത്തരത്തിൽ ഈ ഒരു സംഘത്തിലുള്ളത്, ഈ പ്രതിക്ക് പുറമെ, നിഷാദിന് പുറമെ മറ്റാരൊക്കെയാണ് ഇതിന്റെ പ്രധാന കണ്ണികൾ എന്ന രീതിയിലേക്ക് നിഗമനം എന്ന് പറയുന്നത് ഈ നിഷാദിന് പുറകിൽ മറ്റാളുകളുണ്ട് എന്ന് തന്നെയാണ് പോലീസിന്റെ ഒരു നിഗമനം. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ മറ്റ് സംഘാംഗങ്ങളിലേക്കും എത്താൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ളതല്ലേ? ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ ഇതുമായി ബന്ധപ്പെട്ട് പിടിയിലാകാനുള്ള സാധ്യതയും കാണുന്നുണ്ടല്ലേ? തീർച്ചയായും ഈ നിഷാദിന്റെ വീട് കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള MDMAയുടെ ബിസിനസ് നടന്നത് എന്നൊരു നിഗമനത്തിലാണ് നിലവിൽ പോലീസ് സംഘമുള്ളത്. നിഷാദിന് പുറമെ മറ്റ് പ്രധാനപ്പെട്ട ഈ സംഘത്തിൽ
കണ്ണികൾ ഇനിയും പിടിയിലാകാനുണ്ട് എന്നൊരു നിഗമനം കൂടി പോലീസിനുണ്ട്. അതിലേക്കുള്ള അന്വേഷണത്തിലേക്ക് നിലവിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിഷാദിന്റെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹത്തിൽ നിന്ന് മാത്രമേ പ്രധാന കണ്ണികളിലേക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി സാധിക്കൂ. എന്ത് തന്നെയായാലും ഈ ഒരു വീട് കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ പലരിലേക്കും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പലരിലേക്കും ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ ലഹരി വസ്തുക്കൾ എത്തിയേക്കാമെന്നൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നത്. മനോ, ശരി, ഏതായാലും അമലാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു ലഹരി വേട്ടയാണ് ഇപ്പോൾ കൊച്ചിയിൽ നടന്നിരിക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ, 1/2 കിലോഗ്രാം MDMA എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം അളവുണ്ട്, എത്രമാത്രം മനുഷ്യരെ ഈ വിപത്തിലേക്ക് നയിക്കാൻ പറ്റിയ ഒരു അളവ് ലഹരിയാണ് അവരുടെ കയ്യിലുണ്ടായിരുന്നത്. ഏതായാലും കോടിക്കണക്കിന് രൂപ വില വരുന്നതാണ് 1/2 കിലോ MDMA എന്ന് പറയുമ്പോൾ. അവരെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിഷാദ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. കറുകപ്പള്ളി സ്വദേശിയാണ്. ഇനി കൂടുതൽ ആളുകൾ ഒരു പക്ഷേ ഇതിൻ്റെ പുറകിൽ ഉണ്ടാകുമെന്ന ഒരു നിഗമനത്തിലാണ് അന്വേഷണ സംഘമുള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ കൂടുതൽ അറസ്റ്റിനൊക്കെ സാധ്യതയുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും